ഈരാറ്റുപേട്ടയെ പറ്റി പറയുന്നത് ഇത് പാകിസ്ഥാനൊന്നുമല്ല, താലിബാനാ, മിനി താലിബാനാ അത്. കാരണം മലബാറിലുള്ളവരൊക്കെ മ്യൂസിക്കും പാട്ടുകളും ഒക്കെ ഇഷ്ടമുള്ളവരാണ്. അവർ സിനിമ കാണുന്നവരാണ്, മ്യൂസിക്കും പാട്ടുകളൊക്കെ ആസ്വദിക്കുന്നവരാണ്. പക്ഷെ ഈരാറ്റുപേട്ടക്കാർ, പ്രത്യേകിച്ച് ആ കമ്മ്യൂണിറ്റിയിലുള്ളവർ, അതായത് ഈ പറയുന്ന PFI SDPI അതിഭയങ്കരമായി ഇസ്ലാമിക രാജ്യം കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ളവർ, അവർക്ക് മ്യൂസിക് ഇഷ്ടമല്ല, പാട്ടുകൾ ഇഷ്ടമല്ല, ഗാനങ്ങൾ ഇഷ്ടമല്ല, ഡാൻസുകൾ ഇഷ്ടമല്ല. പബ്ലിക്കായിട്ടല്ലേ അവിടുത്തെ വ്യാപാരി വ്യവസായമായിട്ട് ഒരാൾ മലബാറിൽ നിന്ന് ഒരു സിംഗർ വന്ന് പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ഇതിവിടെ പാടേണ്ട പാട്ടല്ല, പ്രസ്റ്റേജ് എന്ന് പറയുകയാണ്. സോ ഇറ്റ് ഈസ് താലിബാൻ. അടുത്ത സമയത്ത് നിങ്ങൾ വായിച്ചു കാണും, അതായത് ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് എക്സ്പ്ലോസീവ് മെറ്റീരിയൽ. മനസ്സിലാക്കുക ഇതപ്പം ഇത് പാകിസ്ഥാനല്ല, താലിബാൻ ആക്കാൻ വേണ്ടി പാടുപെടുന്നവർ, അതിൻ്റെ പുറകെ നടക്കുന്നവർ. ഈ സംഭവം ഇത്ര ഡേഞ്ചർ ആകുന്നതിൻ്റെ കാര്യം എന്താ? അതായത് കേരള പോലീസിന് താല്പര്യമില്ല ഇതിനെ ക്രാക്ക് ഡൗൺ ചെയ്യാൻ. അതാണ് അതിൻ്റെ കാര്യം. അല്ലെങ്കിൽ അവിടെയുള്ള ഒരു കൂട്ടം മുനിസിപ്പാലിറ്റി മുഴുവനും ഇത്രമാത്രം ഹാർഡ് കോറായിട്ട് ഇസ്ലാമിക് ടെററിനെ എങ്ങനെ അനുകൂലിക്കാൻ പറ്റുന്നത്?